നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവ് അസോസിയേറ്റ്സിലെ സാമ്പത്തിക ക്രമക്കേട്. കമ്പനിയുടെ MD വാസുദേവ് സംശയത്തിന്റെ നിഴലിൽ. അയ്യോ അമ്മേ, അമ്മേ, അമ്മ പത്രം കണ്ടോ? പത്രം നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ? ഇതിലൊരു വാർത്തയുണ്ട്, ഞാൻ വായിച്ചു തരാം. നോക്ക്, ദേവ് അസോസിയേറ്റ്സിലെ സാമ്പത്തിക ക്രമക്കേട്. കമ്പനിയുടെ MD വാസുദേവ് സംശയത്തിന്റെ നിഴലിൽ. കണ്ടോ? എന്റെ ഈശ്വര, ഈശ്വരനെ വിളിച്ചിട്ട് എന്താ കാര്യം? ലോകം മുഴുവൻ ഈ വാർത്ത വായിച്ചു കാണും. നോക്കട്ടെ. ഇതാരും മനഃപൂർവ്വം നമ്മളെ കരി വാരി തേക്കാൻ വേണ്ടി കൊടുത്ത വാർത്തയാ. കരി വാരത്തേക്കാൻ ആര് കൊടുത്തു എന്ന് അമ്മ ഈ പറയുന്നേ? ഇത് ശരിക്കുള്ള കാര്യം തന്നെ ആയിരിക്കും, അല്ലാതെ പത്രത്തിലൊന്നും വരില്ല. അപ്പൊ അച്ഛൻ കുഴപ്പത്തിലായിക്കോട്ടെ എന്നാണോ നീ പറയുന്നേ? ഞാൻ പറഞ്ഞിട്ടാണോ അച്ഛൻ കുഴപ്പത്തിലാവുന്നത്? ആകെ നാണക്കേടായല്ലോ. ഇനി എങ്ങനെ പുറത്തിറങ്ങി ആളുകളുടെ മുഖത്ത് നോക്കും? അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ പുറത്തിറങ്ങണ്ട, ആളുകളുടെ മുഖത്ത് നോക്കാൻ വേണ്ട. ഈശ്വര, നീ ഈ വാർത്ത കാണല്ലേ? അവള് തെരഞ്ഞ ആകെ പ്രശ്നമാവും. എന്തു പ്രശ്നം? അമ്മ, ഞങ്ങൾ തമ്മിലുള്ള ഡീപ് ഫ്രണ്ട്ഷിപ്പ് അതോടെ തകരില്ലേ? ഓ, അങ്ങനെ തകരുന്ന ഫ്രണ്ട്ഷിപ്പാണോ നിങ്ങൾ തമ്മില്? എങ്കിലതങ്ങ് തകർന്നു പോട്ടെ. അമ്മ എത്ര നിസ്സാരായിട്ടായി പറയുന്നേ? അങ്ങനെ ഒരു ബന്ധം തകർന്നാ പിന്നെ അതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ദിയയുടെ അച്ഛനും കൂടി പാർട്ട്ണർഷിപ്പ് ഉള്ള കമ്പനിയല്ലേ അത്? അപ്പൊ അച്ഛൻ അവിടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ അവക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും? എന്ത് പറഞ്ഞിട്ടാ ഞാൻ അവളെ സമാധാനിപ്പിക്കുക? നീ അതിനൊന്നും പോണ്ട, ചുമ്മാ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. ദിയ നന്ദനെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോഴാ അച്ഛൻ ഇങ്ങനൊരു കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടി, അച്ഛനൊരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിന് നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ അങ്ങനെ കയ്യബദ്ധമൊന്നും ആയിരിക്കില്ല, അറിഞ്ഞുകൊണ്ട് നടത്തിയ ക്രമക്കേടാ. അല്ലെങ്കിൽ ഇങ്ങനെ പത്രത്തിൽ വാർത്തയൊന്നും വരില്ല. പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത ഇനി മായ്ച്ചു കളയാനൊന്നും പറ്റില്ലല്ലോ. വാർത്ത വന്നു കരുതി ഇവിടെ ആരും തലകുത്തി നിൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ നോക്കിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. ദിയയ്ക്ക് നന്ദനും കൂടി കമ്പനി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഓ, നല്ല ആശയം. നിനക്കെന്തിനാ ഈ വീട്ടിലുള്ളവരെക്കാളും താല്പര്യം ദിയയോട്? ഇപ്പൊ അങ്ങനെയായോ? അമ്മയ്ക്കുമില്ലേ ദിയയോട് അതുപോലുള്ള താല്പര്യം? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. അതെന്താ? ഡി, നമ്മള് വിചാരിച്ച പോലെയുള്ളൊരു പെണ്ണല്ല അവള്. കമ്പനിയിൽ ദേവിനെതിരെ കരുക്കള് നീക്കുന്നത് അവളാ. അമ്മ എന്ത് മണ്ടത്തിലൊക്കെ ഈ പറയുന്നേ? ദിയ അച്ഛനെതിരെ കരുക്കൾ നീക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുക? അതും അച്ഛന്റെ മരുമകളായി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്ന പെണ്ണ്. അവൾ എന്തൊക്കെയാണ് ദേവിനെതിരെ ചെയ്തതെന്ന് അറിയാമോ? ആളെ വിളിച്ചുകൂട്ടി കമ്പനിയിൽ വെച്ച് അപമാനിച്ചു. ദേവിന്റെ മുഖത്ത് നോക്കി അവള് കള്ളൻ എന്ന് വിളിച്ചു. അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? അമ്മ ഇതൊക്കെ വിശ്വസിച്ചോ? ദേവ് തന്നെ എന്നോട് ഇത് പറഞ്ഞത്. വലിയ സങ്കടത്തിലായിരുന്നു ദേവ്. ശരിയായിട്ടൊന്നും ഉറങ്ങാൻ പോലും ഇന്നലെ കഴിഞ്ഞിട്ടില്ല. ചെലപ്പോ അച്ഛനും അവളും തമ്മില് ചെറിയ പിണക്കോ മറ്റോ ഉണ്ടാവും. സാരമില്ല, അത് മാറിക്കൊള്ളും. ഞാൻ അവളോട് പറഞ്ഞോളാം. എടി, നീ ഒന്നും അവളോട് പറയാൻ പോണ്ട. എന്തായാലും ഒരു മിത്രത്തിന്റെ സ്ഥാനത്തൊന്നും അല്ല അവളിപ്പോ. ഈ പത്രവാർത്തയുടെ പിന്നിലും അവള് തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇഷ്ടമല്ലാന്ന് വെച്ച് ഇങ്ങനെയൊന്നും പറയരുതമ്മേ, കഷ്ടമുണ്ട്. ഞാൻ നിന്നോട് തർക്കിക്കാനില്ല, നിർത്തി. ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇന്ന പത്രം എഴുന്നേറ്റിരുന്ന് വായിക്കേ. അതെന്തിന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നല്ലേ പത്രം വായിക്കുന്നത്. എന്നും അവിടെ തന്നെ ഇരുന്ന് വായിക്കണമെന്നൊന്നും ഇല്ലല്ലോ.
ഇന്ന് ഇവിടെ ഇരുന്ന് വായിച്ചാ മതി. എണീക്ക്, മതി കിടന്നത്. ദാ നോക്ക്. ഇത് അവളുടെ കളിയാ. അവളാ പത്രത്തിൽ ഈ വാർത്ത കൊടുത്തത്. എനിക്ക് തോന്നി ഇത് അവള് തന്നെയാ. എന്നെ പൊതുമധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടി തന്നെയാ അവൾ ഇത് ചെയ്തത്. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞു. അവളുടെ അച്ഛനുമായിട്ട് നിങ്ങൾ ഒന്ന് സംസാരിച്ചു നോക്ക്. അയാൾ നോർത്ത് ഇന്ത്യൻ പര്യടനത്തിന് പോയിരിക്കില്ലേ? അതുമല്ല, അയാളുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെയാ അവൾ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ എനിക്കറിയാം. ദേവ്, ഇതുകൊണ്ടൊന്നും പതറരുത്. അവളെ നിലയ്ക്ക് നിർത്താൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? ഞാനും ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഈ ചെയ്തതിനൊക്കെ അവൾക്ക് രണ്ട് പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. നടപ്പുള്ള കാര്യം വല്ലതും പറ രോഹിണി. എന്റെ മുന്നിൽ വെച്ച് നീ അവളുടെ തല്ല് വാങ്ങിച്ച അതിന്റെ മാനക്കേട് കൂടി ഞാൻ ചുമക്കണം. അതുകൊള്ളാം. അവളെ പേടിച്ചിനി നമ്മൾ ജീവിക്കണം എന്നാണോ പറയുന്നത്? നീ ഇതുവരെ കണ്ട പെണ്ണല്ല അവള്. ഒരു അധോലോക സംഘം തന്നെയുണ്ട് അവളുടെ പിന്നിൽ. ഈശ്വര, സത്യമാണോ ദേവി പറയുന്നത്? ഒരാളെ തകർക്കണമെന്ന് വിചാരിച്ചാൽ അയാളുടെ കൂടെയുള്ള 10 പേരെ കൂടി അവള് തകർക്കും. കഥകൾ ഓരോന്നും ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോ വിഷപ്പാമ്പിനായിരുന്നല്ലേ ഞാൻ ഇത്രയും നാളും പാല് കൊടുത്തത്? വെറും വിഷപ്പാമ്പല്ല അവള്, കാളകൂട സർപ്പമാണ് അവള്. എന്നെ കമ്പനിയിൽ നിന്ന് പുകച്ചു പുറത്താക്കാനാ അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ അവള് വിജയിച്ചു. നാണക്കേട് സഹിച്ച് ഞാനങ്ങോട്ട് ചെല്ലില്ലെന്ന് അവള് കരുതുന്നത്. അവൾ അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയുള്ളൂ. ദേവ് അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. നന്ദന്റെ ഭാര്യയായിട്ട് അവളോടെ കയറിക്കൂടിയിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നന്ദന്റെ ജീവിതം ഇതിനകം തന്നെ അവള് തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. അവനൊരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴും അവൾ നന്ദനെ കിട്ടാൻ വേണ്ടി പാഞ്ഞു നടക്കുക. അറിഞ്ഞോ അറിയാതെയോ അവളെ പിന്തുണയ്ക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിപ്പോയി. നമ്മൾ ആരും അതൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ. ശരിക്കും പക തീർക്കുക അവൾ, നന്ദനോടുള്ള പക. അവളെ വിട്ട് മറ്റൊരുത്തിയെ കെട്ടിയതിനുള്ള പക. കുടുംബം അടച്ചവള് പക തീർക്കുക. അവളുടെ സ്വഭാവത്തെ പറ്റി ആദ്യം മുതൽക്ക് തന്നെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ നന്ദനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ എതിരി നിന്നത്. അന്നു മുതൽക്കേ ഞാൻ അവളുടെ ശത്രുവാ. അതും എനിക്കറിയാം. ശത്രുവാണെന്നറിയാതെ കൂട്ടത്തിൽ നിർത്തുന്നതാ വലിയ അപകടം. ഇപ്പൊ നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി നേർക്ക് നേരെ എതിരിട്ടാ മതി. പിന്നിൽ നിന്നുള്ള കുത്തി ഏൽക്കില്ല. പത്രവാർത്തയിലൂടെ എന്നെ അപമാനിച്ചതിന്റെ വിജയം ആഘോഷിക്കുകയായിരിക്കും അവള്. ഇനി ഒരു ആഘോഷത്തിന് ഞാൻ അവൾക്ക് അവസരം കൊടുക്കില്ല. അവളുടെ അഹങ്കാരത്തിന്റെ കൊമ്പ് ഞാൻ ഒടിക്കും. ഇനി ഒരു ദിവസം മുടങ്ങാതെ ഞാൻ ഓഫീസിലുണ്ടാവും.